ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട, ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ? നിഹാ ഡിസൈനർ ബുട്ടീക്, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പന്തളം. യുവതലമുറയെയും പുതുതലമുറയെയും ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ സന്ധിയില്ലാ സമരവുമായി മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ നാടകമായ മാറ്റത്തിന്റെ തിരി മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നടത്തി. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വിദ്യാർത്ഥികളെയും യുവതലമുറയെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് നാടകരൂപത്തിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത്. മൂന്ന് മനോഹരമായ ഡാൻസ് ഉൾപ്പെടെയാണ് വിദ്യാർത്ഥികൾ നാടകം അവതരിപ്പിച്ചത്. ബസ് സ്റ്റാൻഡിൽ തടിച്ചുകൂടിയ നിരവധി യാത്രക്കാരുടെ മുൻപിൽ വെച്ചാണ് നാടകം അവതരിപ്പിച്ചത്. 20ഓളം വിദ്യാർത്ഥികൾ അണിനിരുന്ന നാടകത്തിന് നേതൃത്വം നൽകിയത് സ്കൂൾ പ്രിൻസിപ്പളും സ്കൗട്ട് മാസ്റ്ററുമായ ബാബു മാത്യുവും ഗൈഡ്സ് ക്യാപ്റ്റൻ അശ്വതി അലക്സുമാണ്. ലഹരിക്കെതിരെ പോരാടുവാൻ വിവിധ കർമ്മ പദ്ധതികളുമായിട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിലെ അംഗങ്ങൾ ഈ വർഷം വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ ഭാഗമായി മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും യുവജന ക്ഷേമ വകുപ്പിൻ്റെയും പിന്തുണയോടുകൂടി തെരുവ് നാടകം ലഹരിക്കെതിരെ വലിയ സന്ദേശം നൽകുവാൻ വേണ്ടി മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കാൻ സാധ്യമായി തീർന്നത് അഭിമാനത്തോടെ ഓർക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ തിരിച്ചറിയുവാനും അതിനെതിരെ പ്രതിരോധം തീർക്കുവാനും നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ചും യുവതലമുറ തയ്യാറാകുന്നത് അഭിമാനകരമാണ്, സന്തോഷകരമാണ്, മാതൃകാപരമാണ്. ഇന്നത്തെ യുവത്വത്തിന്റെ ഏറ്റവും വലിയ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം കാഴ്ചവെച്ചത്. മാത്രമല്ല ഏറ്റവും നല്ല രീതിയിൽ സമൂഹത്തിൽ ഈ ഒരു സന്ദേശത്തെ, ലഹരി വിരുദ്ധ സന്ദേശത്തെ എത്തിക്കുവാനുള്ള നല്ലൊരു മാധ്യമമായി തെരുവു നാടകം എന്ന കലാസൃഷ്ടിയിലൂടെ കുട്ടികൾക്ക് സാധിച്ചു. ഇതൊരു വലിയ പ്രവർത്തനമായിരുന്നു. വളരെ നാളത്തെ അധ്വാനത്തിൻ്റെ ഒരു ഫലമാണ്. കുട്ടികൾ കൂട്ടായ ഒരു പ്രവർത്തനം നടത്തിയത് എന്തുകൊണ്ടും മാതൃകാപരമായ ഒരു പ്രോജക്റ്റായി ഞങ്ങൾ കരുതുന്നു. കാരണം കുട്ടികൾ വളരെ കൃത്യതയോടുകൂടി വളരെ നാളത്തെ അധ്വാനത്തിന്റെ ഫലമാണ് അന്ന് അവിടെ വിജയം കണ്ടത്. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ്, പന്തളം, ഹരിപ്പാട്, കുളനട.